വാട്സപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു ഗ്രാനി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഗ്രാനിയാണ് കളിക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഗ്രാനി ഗെയിം കളിക്കുമ്പോൾ ഗ്രാനിയുടെ വീട്ടിലാണ് പോകാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന ഗ്രാനിയുടെ പുതിയ കടയിലാണ്. അതേ ഗായ്സ്, നമ്മുടെ ഗ്രാനി അമ്മച്ചി പുതിയൊരു കട തുടങ്ങി. അതേപോലെയാണ് ഈ ഗെയിമിൻ്റെ പേരും, ഗ്രാനി ദ ഷോപ്പ്. അപ്പോൾ ഗായ്സ്, ഈ ഗെയിം എനിക്ക് ഒരു ഐഡിയയും ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 25,000 ലൈക്സ് ആണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ, ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 100K ആണ്. ഈ വർഷം അവസാനിക്കുന്ന മുമ്പ് നമുക്ക് 100K അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇപ്പം എല്ലാ കുടുംബക്കാരും കിടന്നോട്ടെ ഗൈസ്. സ്ലെൻഡറിനെ എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. ഇൻട്രോ എനിക്ക് പുതിയതാണെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തോ ഇൻട്രോ ആണെന്ന് പുതിയ. എന്തായാലും വെറൈറ്റി ആവാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സെറ്റ്. ലെഫ്റ്റ് കളക്ട് ടു പേ ഓഫ് ഡെബിറ്റ് 2000. നമ്മൾ ബില്ല് അടിച്ചുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നിട്ട് കടയിലൊന്നും ഇല്ലല്ലോ. അതോ വെടി വെച്ച കേട്ടാ. ആരോ വെടി വയ്ക്കുന്ന സൗണ്ട് കേട്ട്. വീണ്ടും കേട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പൂപ്പനായിരിക്കും തോന്നുന്നു ഗൈസ്. നമ്മുടെ ഗ്രാൻഡ് പാ മറ്റേ അയാളെ ഷോർട്ട് ഗണ്ണ് വെച്ച് ആരെയോ കൊല്ലുവാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ പോകുമ്പോഴായിരിക്കും പണി കിട്ടണേന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ആരും ഇല്ല ഗൈസ്. നമ്മൾ ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഗൈസ് പണി കിട്ടാൻ പോകുന്നത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്തായാലും അവിടെ ഫ്യൂസിൻ്റെ ഒക്കെ എന്തോ സാധനം ഇരിക്കുമോ ഗൈസ്. ഇവിടെയൊക്കെ നമ്മൾ വരേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഒളിഞ്ഞു നോക്കുക ഗൈസ് എന്തോ സംഭവിക്കണേന്ന്. തേണ്ട ഗ്രാൻഡ് പേരയിൽ ഗണ്ണില്ലല്ലോ. അപ്പം സീനില്ല. അപ്പം നമ്മളെല്ലാം ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇരുന്നെടുത്ത് പോവാ ഗൈസ്. ഗ്രാൻഡ് അയാളെ ഗണ്ണുണ്ട്. നമ്മൾ ഓടാൻ പോയി അയാൾ വെടിവെച്ചിട്ട് നമ്മളെ. സ്റ്റോറി കൊള്ളാം ഗൈസ്. ഇൻട്രോ സൂപ്പറായിട്ടുണ്ട്. ബാക്കിയും കൂടി സൂപ്പറായ പൊളിക്കും ഗൈസ്. ഈ ഗെയിം ഡേ 1 നമ്മൾ ആദ്യ ദിനം ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് ഗ്രാനി 3-ലെ അത് തന്നെയാണ് ഗൈസ്. ആ വീട് തന്നെ. അവിടെ ഇപ്പോൾ ഒരു കടയാണ് തുടങ്ങി. പുതിയതായിട്ടൊരു വഴി ഇവിടെ. ഇത് കൊള്ളാം ഗൈസ്. താഴോട്ടും വഴിയുണ്ട്. ഇത് സൂപ്പർ സെറ്റപ്പ് ഗൈസ്. ഗ്രാനിയുടെ പുതിയ വീട്. ആ വീട് തന്നെ. ആ വീടിനെ ഇപ്പോൾ പുതിയ മോഡലാക്കി. ലോക്ക് പിക്ക് ഇവിടെ നിന്നാണ്. അത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ തുറക്കണ്ടേ. എന്തായാലും ഗ്രാനി ഒരു പുതിയ കച്ചവടം തുടങ്ങിയോണ്ടേ നമുക്ക് ഇങ്ങനത്തെ ഒരു വഴിയൊക്കെ കാണാൻ പറ്റി. അണ്ടർഗ്രൗണ്ടൊക്കെ. ഗ്രാനിയുടെ പച്ചക്കറിക്കടയാന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നോക്കാം. എന്തായാലും ലോക്ക് പിക്ക് വെച്ച് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓപ്പൺ ആവ് പെട്ടെന്ന്. എനിക്ക് പച്ചക്കറിക്കട കാണണം. പച്ചക്കറിക്കടയാണോ മീൻ കടയാണോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഇവിടെ പടം മാറ്റിയല്ലേ ഗൈസ്. അവിടെ മറ്റേ വെള്ളം നിറച്ച് വയ്ക്കുന്ന സ്ഥലത്ത്. ഓക്കെ. ഇവിടെ അവിടെ എന്താ കീസ് എന്ന് എഴുതിയിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബില്ലിന് പകരം കീ കിട്ടും. ഇവിടുത്തെ ഡോറും അതൊക്കെ നമുക്ക് മാഞ്ഞു പോയി. മൊത്തം സിമെൻ്റ് ഇട്ട് തേച്ച് വെച്ചിരിക്കുക. ഇവിടുത്തെ ട്രെയിൻ പോയി അതിൻ്റെ പകരം ഒരു ഡോറ് വന്നു. ഇവിടെ പൂട്ടുണ്ട്. ഐനിയുടെ സബ്വേ കീ. പുതിയൊരു കീ വേണം ഗൈസ്. സബ്വേ കീ. ഇപ്പോൾ ട്രെയിനൊക്കെ ഇല്ല ഗൈസ് ഇവിടെ. ഉണ്ടോ പൊന്നോ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പുതിയ എസ്കേപ്പ് മാപ്പും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി പോവാം. ആടെ പച്ചക്കറിക്കടയും ഫ്രൂട്ട്സും എല്ലാം ഇരിക്കുമോ ഗൈസ്. ഇവിടെ അതിനിടെ വെപ്പങ്കീരെ സ്ഥലം മാറ്റി. എന്തോ തോന്നു പറഞ്ഞ എന്തോ സാധനം കിട്ടി. എനിക്കൊന്ന് മറ്റേ കല്ലിന് പകരമാണെന്ന് തോന്നുന്നു. ഓക്കെ. ഇവിടെ അതിനിടെ കിച്ചൺ അവിടെ തുറക്കുന്നതിന് വെപ്പൻ കീ കിട്ടി മക്കള്. വെപ്പൻ കീ കിട്ടി. ഇനി ആര് വന്നാലും നമുക്ക് പേടിക്കേണ്ട വയസ്സ്. വെപ്പൻ കീ കിട്ടി. ഇനി ഒരു സീനുമില്ല. എനിക്കൊന്ന് ഗ്രാനിയുടെ കഴുത്തിലൊരു മാലയില്ല. അതാണെന്ന് തോന്നുന്നു കിച്ചൺ കീ. അല്ലെങ്കിൽ സബ്വേ കീ ആയിരിക്കും. ഇതിലേതെങ്കിലും ഒരു കീ ആയിരിക്കും ഗ്രാനിയുടെ കഴുത്തിലുള്ള. എന്തായാലും ഇവിടെയൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നും വച്ചിട്ടില്ല. പിന്നെ ഇവിടെ എന്തോ ഉള്ളത്. ഇവിടെ ഒന്നും വച്ചിട്ടില്ല ഗൈസ്. ഇവിടെ ബാരൽ ഫുൾ ഓഫ് വാട്ടർ ഉണ്ട് ഗൈസ്. മറ്റേ ഇത് ഒഴിക്കാനില്ലേ ഒരു വേസിൽ നമ്മൾ കളക്ട് ചെയ്യാനുള്ള
അതിന് വേണ്ടിയുള്ള വാട്ടർ. ഇവിടെ നിന്ന് വീണ്ടും കിട്ടി ഗൈസ്. മൊത്തം 3 കിട്ടി. ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഗ്രാനി ഇനി വിളിക്കാം ഗൈസ് ഇങ്ങോട്ട്. സൗണ്ട് കേട്ട് എന്തായാലും ഗ്രാനി വരാതിരിക്കൂല. ഗ്രാനി ഇങ്ങോട്ടൊന്ന് വന്നേ പെട്ടെന്നൊന്ന്. ഈ ഗ്രാനി കണ്ടില്ലല്ലോ, ഒന്ന് പെട്ടെന്ന് വന്നേ അമ്മച്ചി. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, ആ കീ ഇങ്ങോട്ട് താ. എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോ. പെട്ടെന്ന് വാ ഇങ്ങോട്ട്. വന്ന് എന്നാ പിടിച്ചോ. എടാ അയാൾക്ക് ഒരു കമന്ന് വീണറാ. കീ താ ഇങ്ങോട്ട് ഗ്രാനി. ഇവരെന്ത് അനങ്ങാത്ത കീ താ. കിച്ചൻ കീ ആയിരുന്നു ഗൈസ് ഇവരെ കഴുത്തിൽ. ഓക്കെ, നമ്മളിതങ്ങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പൂപ്പനെ ഇട്ട് പൂശിയിട്ട് നമുക്ക് ആ ഷോട്ട് ഗൺ എടുക്കണം. സെൻറ്ററീന് ഇച്ചിരി സീനാന്ന് തോന്നുന്നു ഗൈസ് ഈ ഗെയിമിൽ. എന്തായാലും നമ്മൾ പയ്യെ കയറിയിട്ടുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ ഇവിടെ കണ്ടില്ല ഗൈസ് അപ്പൂപ്പനെ. ഇവിടെ നിന്ന് മറ്റേ വെപ്പൻ കീ എടുത്ത് താഴെയാക്കി ഗൈസ്. കണ്ട് അവിടെയും തേച്ചിട്ടിരിക്കും മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച്. ആ സൈഡ് മൊത്തം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ വൈനിയുടെ ബോൺ കീ വേണം ഗൈസ്. ബോൺ കീ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇനി ഇവിടെ അപ്പൂപ്പ ഇവിടെ വന്നല്ലോ. വാട ഇങ്ങോട്ട്. എന്നാ പിടി. എന്നാൽ ഷൂട്ട് ചെയ്യാൻ പോവാ. ഓക്കെ, ബുള്ളറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൂപ്പൻ നല്ല കുട്ടിയായി. ബുള്ളറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട ഗൈസ്, വേണ്ട ഫുൾ ലോഡറാക്കിയാണ് വെച്ചിരിക്കുന്നത്. ലോഡഡ്. ഓക്കെ. ഏട്ടാ നമ്മളെ കാക്ക വന്നിട്ടുണ്ട് ഗൈസ്. കാക്കയുടെ കയ്യിൽ കോയിൻ. എന്നാ പിടിച്ചോ കാക്ക. കോയിൻ ഇങ്ങോട്ട് താ. നമ്മൾ കാക്കയെ തീർത്ത് കോയിൻ എടുക്കാം ഗൈസ്. അപ്പോൾ കോയിൻ ഇടുമ്പോൾ ഇനി നമുക്ക് മറ്റേ കീ കിട്ടുമായിരിക്കും. കോയിൻ ഇട്ട് നോക്കട്ടെ ഗൈസ്. എന്തോ കീ ആയിരിക്കും കിട്ടണം. ബോൺ കീ കിട്ടി. ഇനി അവിടെ കൊണ്ട് തുറക്കാം ഗൈസ്. മേലോട്ടുള്ള വഴി. അതായിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ച് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെന്ന്. അതിലും സീനില്ല. സൂപ്പറാ. കുറേ അസ്ഥികൾ വന്നിരിക്കുമോ ഗൈസ്. കുറേ സ്കെൽട്ടൻ നമ്മളെപ്പോലെ വന്നതാണ് ഗൈസ്. അവരൊക്കെ ഇങ്ങനെ അസ്ഥി പിടിച്ചു. പക്ഷെ നമ്മൾ അതേപോലെയല്ല. നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഇതൊന്നും ഗ്രാനി ഓപ്പൺ ചെയ്തില്ല. ഇനി ഞാൻ വന്ന് ഓപ്പൺ ചെയ്യണം. എന്ത് പറയാനാ ഗൈസ്. ഞാനിപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. വീണ്ടും സ്കെൽട്ടൻ മൊത്തത്തിൽ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് വല്ലതും? അല്ലെങ്കിൽ സ്കെൽട്ടൻ ഇങ്ങനെ വയ്ക്കൂലല്ലേ. മണ്ടയിൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ അയിനിയുടെ ക്രോബാർ. നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂലേ? പറ്റും. താഴെ വീണ് ഗൈസ്. ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളായിരുന്നു. എന്തായാലും ഇവിടെ ഞാൻ ഒരു ബുള്ളറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓക്കെ. അവിടെ മണ്ടയിലായിട്ട് ഒരു സ്കെൽട്ടനിൽ ഒരു വെയ്സ് ഉണ്ട് ഗൈസ്. ഞാൻ കണ്ടായിരുന്നു. എന്തോ ഒരു തിളങ്ങണ ഒരു വെയ്സ് മോഡൽ. എനിക്ക് തോന്നുന്നത് വെയ്സ് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ ഇവിടെ വേറൊരു ഡോറ്. ഓക്കെ, സെറ്റ്. പുതിയ ഡോറൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പുറം സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം. ഒരു പ്ലാങ്ക് ഇരിക്കുക. നമുക്ക് അതിലേ പോകാനുള്ളതാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഒരു ഡോറുണ്ട്. ഇതെങ്ങനെ? ഇവിടെ വന്ന് നമ്മൾ. അപ്പോൾ ആ ഡോർ വന്നെങ്കിൽ നമ്മൾ ഇവിടെ വരും. ഇനി ഈ പ്ലാങ്ക് കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം ഗൈസ്. എന്തായാലും ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ പോയിട്ട് ഇവിടെ എന്ത് കിട്ടുമോ നോക്കാം. ഇവിടെ നിന്ന് എന്തെങ്കിലും. ഇവിടെ എന്തൊരു കീ ഇരിക്കുക. സബ്വേ കീ കിട്ടി. സെറ്റ് ഗൈസ്. സബ്വേ കീ കിട്ടി മോനെ. ഇനി നമുക്ക് അവിടെ പോയി ഓപ്പൺ ചെയ്യാം ഗൈസ്. ഓക്കെ, അത് സെറ്റ്. ഇനി നമുക്ക് ഈ കീ അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് ഷോട്ട് ഗൺ എടുക്കണം. ഷോട്ട് ഗൺ എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ഗൈസ്. ഇനി നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ എന്തുവാന്ന്. ഇവിടെ നീണ്ട പാലം കിടക്കുന്ന വല്ല ട്രെയിനും ഇങ്ങോട്ട് വരുമോ എന്തോ. എന്തായാലും നോക്കട്ടെ. സൂപ്പർ ഗായ്സ്. സെറ്റ്. ഇതെന്തോ ഇവിടെ തീരുന്നില്ലല്ലോടാ ഗായ്സ്. ഇത് നമ്മൾ വന്ന വഴിയാന്ന് തോന്നുന്നു ഗൈസ്. വേണ്ടേ, നമ്മൾ വന്ന ഡോറ് പോയി. വീണ്ടും റെയിൽവേ ട്രാക്കിലാണല്ലോ നമ്മൾ വീണ്ടും വന്നിവിടെ. അല്ല, ഇത് വേറെ എന്ന് തോന്നുന്നു. നമ്മൾ അതിലേക്ക് ഇറങ്ങി. ശരി, ഇത് വേറെ ഏതാണ്ട് സ്ലെൻഡറിനെ ചെടി എന്ന തൊട്ടിൽ. ഇവിടെ ഒരു ക്രോബാർ വെച്ച് ഇവിടെ തുറക്കാറുണ്ട് ഗൈസ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതെന്തുവാടാ, നമ്മളിവിടെയാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ നേരത്തെ നിന്ന്. എന്തായാലും ഞാൻ ഇതിലേക്ക് കറങ്ങി പോവാ ഗൈസ്. ഇതിലെത്തുമോ ഇതിൽ? ഇവിടെ എന്ത് എക്സൽ കൊക്കനട്ട്. പൊന്നോ, അത് വലിയൊരു തേങ്ങ ഇരിക്കുമോ ഗൈസ് അവിടെ. ഇനി അത് നമ്മൾ പൊട്ടിക്കണമെന്ന് തോന്നുന്നു. എന്തായാലും ഗണ്ണി അവിടെ ഇട്ടിട്ടുണ്ട്. അതിലേ നമുക്ക് പോവാനുള്ളത്. നമുക്കിനി തേങ്ങ. പിന്നെ നമ്മൾ എവിടെ പൊട്ടിക്കും? ദെയർ ഇസ് സംതിങ് ഇൻസൈഡ് ദിസ് കോക്കനട്ട്. ഈ തേങ്ങക്കകത്ത് എന്തോ ഉണ്ടെന്നൊക്കെ പറയുമോ ഗൈസ്. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ മറ്റേ കറക്കണ സാധനം വേണമല്ലോ എനിക്ക് തോന്നുന്നു. ഇവിടെ പൊട്ടിക്കുന്ന സാധനമുണ്ട് എനിക്ക് തോന്നുന്നു. ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തേങ്ങ,
മറ്റേ ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടുമായിരിക്കും ഗൈസ്, നോക്ക. ആ കിട്ടി. സ്ലെൻഡറീന സ്ഥിര സീനാ ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡ്പാ, ഞാൻ അവിടെ തേങ്ങ ഇട്ടിട്ടുണ്ട്, അത് എടുത്തോണ്ട് പോവല്, എനിക്ക് തന്നു വിടണം കേട്ടോ. എന്തായാലും ഞാൻ ഇത് തുറന്ന് നോക്കട്ടെ. അവിടെ മറ്റേ സാധനം ഇവിടെ തിളങ്ങുമോ ഗൈസ്, അത് ഉപയോഗമായി. അത് നമ്മളെ ഗ്രാൻഡ്പ കണ്ട്. വാ ഗ്രാൻഡ്പ വാ. നിങ്ങളെ ഷോർട്ട് ഗൺ ഇല്ലല്ലോ, എൻ്റെ കയ്യിലെ ഷോർട്ട് ഗൺ. ഞാൻ അത് തുറക്കണം നോക്കിയിരുന്ന അയാൾ തുറക്കണം നോക്കിയിരിക്കുവോ ഗൈസ്. തുറന്നപ്പോൾ അതിലേ കയറി വരുക. എന്തായാലും ഈ ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ ഫസ്റ്റ് ഉദ്ഘാടനം കൊടുക്കാം ഗൈസ്. വാടോ ഗ്രാൻഡ് വാടാ. അയാൾക്ക് കുഴിമന്തി കൊടുത്ത് അയാൾ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഗ്രാനി എങ്ങോട്ട് വരുത്തണം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് പറക്കണം ഗൈസ്. അത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കത് പൊട്ടിക്കാം. ആ ഗ്ലാസ് മാഞ്ഞു പോയിടാ പെട്ടെന്നത്. ഞാൻ ഇത് എടുക്കും ഗൈസ്, മാഞ്ഞു പോകാൻ സമ്മതിക്കൂല. അവിടെ എന്തോന്ന് എനിക്ക് തോന്നുന്നു ക്രോബാറുള്ളതെന്ന് തോന്നുന്നു. ആദ്യം അത് താഴെയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അകത്ത്. ഇത് ഡോറ് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അതിലെ അകത്തൊക്കെ കയറാം. ഓക്കെ സെറ്റ് ഗൈസ്, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. അപ്പോൾ ഇതും കൂടി പറക്കിയിട്ട് നമുക്ക് ക്രോബാർ എടുക്കാം. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറി. ഈ സൗണ്ട് കേട്ട് ഇപ്പോൾ ഗ്രാനി ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുമ്പ് ബുള്ളറ്റ്. ഓക്കെ സെറ്റ്. നമ്മുടെ കയ്യിൽ ഒരു ബുള്ളറ്റേ ഉള്ളൂ ഗൈസ്. ആ ഒരു ബുള്ളറ്റ് ഗ്രാനിയുടെ പേരിലാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഗ്രാനി വരുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഗണ്ണെടുത്ത് ഇതിനകത്തോട്ട് ഇടാം. ഗ്രാൻഡ് പ ഇങ്ങോട്ട് വരാൻ ചാൻസ് കുറവാണ്. സ്ലെൻഡറീന ഇച്ചിരി സീനാ ഗൈസ് ഈ ഗെയിമിൽ. അതാ ഗ്രാനി ഇതാ വരണ്. ഗ്രാനി അതിലേ വരട്ടെ ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്രോബാർ വെച്ച് തുറക്കാനുള്ള എടുത്ത് തുറക്കാം. ഇവിടെ എന്തോ ഫ്യൂസ് കിട്ടി. ഇനി ഫ്യൂസ് നമുക്ക് അതിനകത്ത് കൊണ്ടിടാം ഗൈസ്, നമുക്ക് എളുപ്പത്തിനായിട്ട്. നമ്മൾ നേരത്തെ കറങ്ങി വന്ന സ്ഥലമില്ലേ, അതിൻ്റെ ശകലം ഫ്രണ്ടിലായിട്ട് ഇടാം. നമ്മൾ ഇതിലേ ഇല്ലേ ഷോർട്ട് കട്ട്. ഓക്കെ, ഇതിലേ തന്നെയാണ് ഗൈസ്. ആ ഗ്രാനി വരണം. ഗ്രാനി ഇതൊന്ന് സൂക്ഷിച്ചോണെന്നാ, പിടിച്ചോ. അത് മോഷ്ടിച്ചോണ്ട് പോവല്, ഞാൻ അവിടെ ഇട്ടിരിക്കണേയാണ്, എടുത്തോണ്ട് പോവല് കേട്ടോ ഗ്രാനി. ഗ്രാനി കേട്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഞാൻ ഇതിൽ നൈസായിട്ട് ചാടിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പൊട്ടിക്കാനുണ്ടോ എന്ന് നോക്കാം, ക്രോബോർ വെച്ച് തുറക്കാനോ എന്തെങ്കിലും. ഇനി ഇവിടെ നമുക്ക് നോക്കാം ഗൈസ്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇവിടെയൊക്കെ തുറക്കാനുണ്ടായിരുന്നു ഗൈസ് ഇതിനകത്ത്, പക്ഷേ ഒരു തേങ്ങ. ഇവിടെ ക്രോബാർ വെച്ച് തുറക്കാനുണ്ട്. ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? യൂസുള്ള ജനറേറ്റർ കേബിൾ. ഇത് യൂസുള്ള ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഗ്രാൻഡ് പ നമ്മളെ കണ്ട് ഗൈസ്. ഗ്രാൻഡ് പ അവിടെയാണ് ഗൈസ് കൊടുക്കണ്ടേ, അവിടെ കൊടുക്കണം. ഇതെന്തോ കൈ, എടാ ഞാൻ അത് അമർത്തിയപ്പോൾ അവിടെ ജനറേറ്റർ കണക്റ്റായി. ഞാൻ അമർത്തിയ കൈ കാണിച്ചപ്പം. ഓക്കെ, ഇനി കറണ്ട് വന്നെന്ന് തോന്നുന്നു കൈ. ഞാൻ അവിടെ സ്വിച്ചിൽ അമർത്തിയപ്പോൾ വെയ്സ് ഇതാ വന്ന് വീഴണ്. ഈ വെയ്സിൽ നമ്മൾ വെള്ളം നിറയ്ക്കണം ഗൈസ്. ഇനി ഗ്രാൻഡ് പ കണ്ടില്ലേ, വാടാ ഇങ്ങോട്ട്. മണ്ട ഇങ്ങോട്ട് വന്നേ. ഇതിലേ പോകാൻ പറ്റുമോ ഗൈസ്? ഞാൻ എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ എളുപ്പം പോലെ തോന്നി. ഞാൻ ഇങ്ങോട്ടും വന്നിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്ക് ഈ വെയ്സിൽ വെള്ളം നിറയ്ക്കാം ഗൈസ്. എല്ലാം കാര്യങ്ങളും സ്പീഡപ്പായിട്ട് ചെയ്യണം. ഇനി ഇത് തള്ളിയിടല്ലെന്നാണ് പറയുന്നത്. തള്ളിയില്ല, തറയിലിടല്ലെന്ന്. എന്തായാലും ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് വേണം. അത് മറ്റേ സ്കെൽട്ടൻ്റെ ബണ്ടയില ഗൈസ്, അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ആദ്യം ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റാക്കാം ഗൈസ്. നമുക്ക് ഇതിലേ പോവാം. ഇതിലേ പോയി മറ്റേ നമുക്കുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒന്നും. ഇനി നമുക്ക് ഫ്യൂസ് എടുക്കാം ഗൈസ്. ഇവിടെ ഒന്നും കണ്ടില്ല. ഫ്യൂസ് എടുത്തിട്ടേ നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. ഫ്യൂസ് ഇനി അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ കറണ്ട് വന്നല്ലേ. ഇനി മൊത്തം 2 എസ്കേപ്പ് ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ നേരത്തെ ഒരു ട്രെയിൻ കണ്ടില്ലേ അതിൻ്റെ മേലെ നിന്ന്. അപ്പം പിന്നെ മെയിൻ ഗേറ്റ് എസ്കേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഗൈസ്. ഈ ഫ്യൂസിൻ്റെ ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ? അതാ ആരോ ദുഃഖിച്ചിരിക്കുന്നു ഗൈസ്. മോനെ വിഷമിക്കണ്ട, ഞാൻ എസ്കേപ്പ് ആയിക്കോളാം. എന്തായാലും ഇവിടെ വയ്ക്കാം. ഇത് ട്രെയിനിൻ്റെ അവിടെ പോവാനുള്ള ഗേറ്റാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു എസ്കേപ്പ് ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്, ട്രെയിൻ എസ്കേപ്പ്. അല്ല ഇതിൻ്റെ മണ്ടേ. ഇതിൻ്റെ മണ്ടയിൽ മറ്റേ ഹോൺ അടിക്കണം. മിഷോ പൊന്നു സ്ലെൻഡറിന് ഒന്ന് മിണ്ടാതിരി, ഒന്ന് എന്നെ പേടിപ്പിക്കുക അങ്ങ് വന്ന്. എന്തായാലും നൈസായിട്ട് ഇതിൽ ചാടിയിട്ടുണ്ട്. നമ്മളെ സ്ലിംഗ് ഷോട്ട് നമ്മൾ ആരോ കാണുകയും ചെയ്ത്. അപ്പൂപ്പനായിരുന്നു എന്നാ പിടിച്ചോ. ഒരു ഇതിൽ വീണ് ഗൈസ് അപ്പൂപ്പൻ. അതായത് ഫയർവുഡ് ഇവിടെ വയ്ക്കാനുള്ളത് തന്നെയായിരുന്നു. ഇത് കിട്ടും അല്ലേ ഗൈസ്.
ഓക്കെ സെറ്റ്. അപ്പോൾ അത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക്. എന്നാൽ നല്ലതായിരുന്നു. ഇനി ഗ്രാനിയിൽ പറയാൻ പോയതേ ഉള്ളൂ, അതിന് മുമ്പേ വന്ന് എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. രണ്ടിന് ഇവിടെ ഡോറുണ്ട്. തുറക്കാൻ പറ്റൂല ഗൈസ്, എനിക്കൊന്ന് പുറത്തുനിന്ന് വന്ന് തുറക്കണമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് പോയാലേ ഇനി ബാക്കി കളി നടക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പോവാം. മുമ്പ് ഇവിടെ ഞാൻ ഉണ്ടല്ലോ ഒരു ഷോട്ട് ഗൺ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഗൈസ് ഡ്രോപ്പ് ചെയ്ത്. ഇവിടെ ഞാൻ തോന്നുന്നു അപ്പൂപ്പൻ്റെ കയ്യിലില്ല, അപ്പൂപ്പൻ കൊണ്ടുപോയി കാണൂല. നമുക്ക് ഷോട്ട് ഗണ്ണും കൊണ്ടുപോവാം. എന്നാലേ ഇത് ഒരു ഫ്രണ്ടിൽ നമുക്ക് ഈ സ്ലിംഗ് ഷോട്ട് വെച്ച് അടിക്കാം, പുറകിൽ ഷോട്ട് ഗൺ. അതാണ് എൻ്റെ പ്ലാൻ. ഇതിൽ എക്സ്ട്രാ ഗണ്ണുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഒന്നും ഫുള്ള് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളറ്റും കൂടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ടോട്ടൽ നമ്മളെ കയ്യിൽ 2 ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ പ്ലാങ്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. നൈസിലെ ഇതിലേ പോവാം. ഇവിടെ നമുക്ക് പയ്യെ പോവാം ഗൈസ്. 1 ഇഞ്ച് താഴെ പോയാൽ നമ്മളെ മുതല പിടിച്ച് തിന്നും. മൊത്തം അഴുക്ക വെള്ളമോ ഗൈസ്, പച്ചവെള്ളം. പച്ചവെള്ളം, ശുദ്ധവെള്ളം, അത് വെള്ളം. എന്തായാലും ഞാൻ നൈസിൽ ഇങ്ങോട്ട് പോവാം. എന്തായാലും 2 കഴിക്കാൻ ടൈം ആയില്ല. നമ്മൾ നേരത്തെ ക്രോബാർ അതിലേ ഇവിടെ ഇട്ടത് നന്നായി ഗൈസ്. നമ്മുടെ എസ്കേപ്പ് ആവാൻ പോകുന്ന ട്രെയിൻ ഇവിടെ ഉണ്ട് ഗൈസ്. ട്രെയിൻ എസ്കേപ്പിൻ്റെ വേണ്ടത് ഒരു ആക്സിലേറ്റർ, പിന്നെ ഒരു ട്രെയിൻ കീ. അത് 2 മതി, 2 മതി. എന്തായാലും ഇവിടെ നിന്ന് എന്തോ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ബുള്ളറ്റും ഉണ്ട്, പിന്നെ നമുക്കൊരു ആക്സിലേറ്ററും കിട്ടി. ഇത് നമുക്ക് ട്രെയിനിൻ്റെ അവിടെ കൊണ്ടിടാം. ട്രെയിൻ അതിന് നമ്മൾ ട്രെയിനിൻ്റെ മണ്ട ചാടി കയറുമോ ഗൈസ്? ട്രെയിനിൽ കയറാൻ ഒന്നും വെച്ചിട്ടില്ലല്ലേ? എടാ ട്രെയിനിൽ ഇനി നമ്മളെങ്ങനെ കയറും? ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ച് കയറാനായിരിക്കും. പിന്നെ മണ്ടയിലൊരു ബാൽക്കണി പൊട്ടിയിട്ടുണ്ട്, അവിടെയും വയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. മറ്റേ അങ്ങോട്ട് വഴി കിടക്കും, മണ്ടയിലും പ്ലാങ്കുകൾ കിടക്കും നടന്നു പോകാൻ പറ്റണേ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ വയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നു. കണ്ടോ നേരെ കണ്ടോ ഗൈസ്, മണ്ടയിൽ അത് താഴെ പോയി ഗൈസ്. എന്തായാലും ഇപ്പോൾ അവരഴിക്കാൻ നല്ല ടൈമാണ്, അവരഴിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഷോട്ട് ഗൺ എടുക്കാം. 2 ബുള്ളറ്റ് ഉണ്ട് ഗൈസ്, 2നെയും പൊട്ടിക്കാം. എന്തായാലും ഷോട്ട് ഗൺ ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന്. ഷോട്ട് ഗൺ കമോൺ ഗ്രാനി ആൻഡ് ഗ്രാൻഡ് പാ ഒന്ന് പെട്ടെന്ന് വന്നെങ്കിൽ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒന്ന് പോയേനെ. എസ്കേപ്പായി. ഒന്ന് വന്ന് ഗ്രാനി ഗ്രാൻഡ് പാ വന്ന് ഗ്രാനിയെ വിളിച്ചത്. എന്തായാലും ഗ്രാൻഡ് പായ്ക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്രാനിയെ കണ്ടില്ലല്ലോ ഗൈസ്. ബുള്ളറ്റും ബുള്ളറ്റ് തീർന്നല്ലോ ഗൈസ്. നമ്മുടെ കയ്യിൽ 1 ബുള്ളറ്റേ ഉള്ളൂ. ഗ്രാനിയെ കണ്ടില്ല ഗൈസ്. ഗ്രാനി കത്തം. ഗ്രാനി എങ്ങോട്ട് ഓടിപ്പോയി ഗൈസ്. നമ്മൾ ഗ്രാൻഡ് പേ വെടിവെച്ച് കൊന്നപ്പം. എത്ര നല്ല ഗ്രാൻഡ് പേ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നമ്മൾ റോഡ് ടു 100K ആണ്. ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് പ്ലാങ്ക് ഇവിടെ വച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഗൈസ്. സിലിണ്ടർ മാറി, പ്ലാങ്ക് അല്ലല്ലോ സ്റ്റെപ്പർ. അപ്പോൾ ഗൈസ് പെട്ടെന്ന് ചറപറ ലൈക്ക് അടിക്കൂ ഗൈസ്. നമുക്ക് ഇതിൻ്റെ മണ്ടയിലൂടെ പോകാനുള്ളതാണ്. ഇത് നമുക്ക് നീക്കി അതിൽ ഓക്കെ സെറ്റ് ഗൈസ്. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചില്ല, ഇത് പോയത് ഗൈസ്. ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഗൈസ്. ഇതെന്തുവാടേ? നമുക്ക് ഇതിൻ്റെ സെറ്റ്. ഞാൻ അത് അബദ്ധത്തിൽ എടുത്തയാ. സെറ്റായിരുന്നു. ഇനി നല്ല ചാൻസ് ഇനി എപ്പോൾ വരാനാ? ഓക്കെ ഇതിൽ ഓക്കെ സെറ്റായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഞാൻ ചാടാൻ പോകുന്നു. പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ് അതിൽ ചാടാൻ. ഞാൻ പറയും പോലെ നിൽക്കുന്നില്ല. ഇപ്പം 2 എഴിച്ച് കാണും. ഗ്രാനി എഴിച്ചിട്ടുണ്ട് ഗൈസ്. സ്ലണ്ടറിന് അച്ചിരി മോശമാണ് ഗൈസ്. സ്ലണ്ടറിന് എന്നെ പേടിപ്പിച്ച് ഓട്ടിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ ഈ ഗണ്ണ് എടുക്കാം ഗൈസ്. എന്തായാലും ഗ്രാൻഡ് പേ ഇപ്പോൾ എഴിക്കാൻ നല്ല ചാൻസ്. ഗ്രാൻഡ് പേക്ക് ചെവി കേൾക്കത്തില്ല. ഗ്രാനി വന്ന് ഗ്രാനിയെ ഞാൻ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. കാരണം നമുക്ക് സ്ലിംഗ് ഷോട്ട് വെച്ച് അടി കൊടുക്കാം.
ഇത് നമ്മളെ ഷോർട്ട് ഗണ്ണിന് ഒരു ബുള്ളറ്റേ ഉള്ളൂ. നമുക്ക് സ്ലിംഗ് ഷോട്ട് വെച്ച് കൊടുക്കാം ഗൈസ്. വന്നേ ഇങ്ങോട്ട്. എന്നാ എപ്പോഴും ഒരു ഇത് ഉണ്ട വാങ്ങിക്കാനായിട്ടാണ് ഗ്രാനി വരണത്. എൻ്റെ കയ്യിൽ ഒരു അടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഗ്രാനിക്ക് മതിയാവൂല. കുഴിമന്തിയും കൊടുക്കണം എപ്പോഴും. കടങ്ങണാണ്ടില്ലേ. എന്തായാലും ഇപ്പം ഗ്രാൻഡ് വരും. ഗ്രാൻഡ് ഷോർട്ട് ഗണ്ണാണ് പറ്റിയത് ഗൈസ്. ആ വാ 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 എന്നാ പിടിച്ചോ. അപ്പോൾ കൊണ്ടില്ല ഉണ്ടയും ഇല്ല എൻ്റെ കണ്ണിന്. ഇപ്പം ഡമ്മി തോക്കായി ഗൈസ്. ഇപ്പോൾ കളിപ്പാട്ടം തോക്കായി. ഉണ്ടയില്ലാത്ത തോക്കും കൊണ്ടാണ് ഞാൻ അറിയുന്നത്. എന്തായാലും സ്ലിംഗ് ഷോട്ട് ഇവിടെ ഇട്ടത് കാര്യമായി ഗൈസ്. എൻ്റെ പ്ലാൻ പ്രകാരം ഇതിൽ ഷോർട്ട് ഗൺ ഇനി ഇവിടെ കിടന്നോട്ടെ. ബുള്ളറ്റ് ഇല്ല ഗൈസ്. ഞാൻ ഡോർ അടച്ചിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് ഇനി കഴിക്കാൻ വൈകും. എന്തായാലും നമുക്ക് ഇതെങ്ങനെ സെറ്റാക്കും. നമുക്കിതിലെങ്ങനെ ചാടി പോവാം ഗൈസ്. ഇടിച്ച് മൂക്കിടിച്ച് നമ്മൾ മരിച്ച് ഗൈസ്. മരിച്ച്. എൻ്റെ അഹങ്കാരം കാരണമാണ് ഞാൻ ഒരു ഡേ വെറുതെ കളഞ്ഞ. ഡേ 2 ആയി ഗൈസ്. ഡേ 2. ഇപ്പം ഗ്രാൻഡ് പെരയിൽ ഷോർട്ട് ഗൺ കിട്ടിക്കാണും. നമ്മൾ സ്ലിംഗ് ഷോട്ട് ആണെങ്കിൽ വെളിയിലാണ്. നമുക്ക് നൈസിലെ പയ്യെ പോവാൻ പറ്റുമോ നോക്കാം. ഇപ്പം സ്പീഡുണ്ടല്ലോ. ഇത് ലോക്ക് പിക്ക് ആദ്യം സ്പീഡ് കുറവായിരുന്നു. സ്ലിംഗ് ഷോട്ട് ഞാൻ ഫസ്റ്റിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പതാ പോകുന്നു. ഗ്രാൻഡ് പേര് ഇട്ട് കൊടുത്തില്ലെങ്കിലേ ഇച്ചിരി കളി മാറും ഗൈസ്. ഗ്രാൻഡ് ഇല്ലെങ്കിൽ ഷോർട്ട് ഗൺ എടുത്തേ നല്ല പരിപാടി കാണിക്കും. ഇതിൽ ഉണ്ടയും ഇട്ടിട്ടില്ല ഇയാൾ. ഞാൻ വിചാരിച്ചു ഉണ്ടെങ്കിലും ഇട്ട് വയ്ക്കുമെന്ന്. ഉണ്ടയില്ലാത്ത കണ്ണും കൊണ്ട് എന്നെ പേടിപ്പിക്കാൻ നടക്കുമോ ചുമ്മാ. എന്തായാലും നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. എടോ ഇത് ശരിയാവില്ലല്ലോ ഈ സ്റ്റെപ്പർ. ഇത് ഞാൻ ഇനി എങ്ങനെ വയ്ക്കാൻ? ഇത് ഇങ്ങനെ വച്ചാലേ എനിക്ക് മണ്ടേ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു മണ്ടേ പോയാൽ മാത്രമേ എനിക്ക് അപ്പുറത്തെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ബില്ലടിച്ചുകൊണ്ടിരുന്നില്ലേ അവിടെ ആ റൂമിൽ. എന്തായാലും ഷോർട്ട് ഗൺ ഞാൻ ട്രെയിനിൻ്റെ പുറകിൽ ഇട്ടിട്ടുണ്ട്. സ്ലെൻഡറിന് ഇച്ചിരി മോശം. ഇനി നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കാം ഗൈസ്. സ്ലിംഗ് ഷോട്ട് നമുക്ക് ലോഡ് ചെയ്ത് വയ്ക്കണം. ഓക്കെ. ഇത് അൺലിമിറ്റഡ് അല്ല, തീയാണ്. ഞാൻ അപ്പോൾ ഇനി വേറെ ഫയർ വുഡ് എനിക്ക് തരുമോ? എനിക്കറിയത്തില്ല. എനിക്ക് വേറെ ഫയർ വുഡ് എനിക്ക് തരുമെന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഇതെന്ത് ശരിയാവാത്ത സ്റ്റെപ്പർ. എന്തായാലും ഇപ്പം അവരെ എഴിക്കാൻ ടൈം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് സ്ലെഡറിനെ ഒന്ന് മാറ്. പെട്ടെന്ന് പറയാനും സമ്മതിക്കൂല. എന്തായാലും ഞാൻ ഇതിവിടെ ഇട്ടിട്ടുണ്ട്. വാ ഗ്രാനി ഇന്ന് പിടിച്ചോ കുഴിമന്തി. വയറ് നിറച്ച് കഴിച്ചോണേ. ഇഷ്ടപ്പെട്ടല്ലോ. അവർ തലയിറങ്ങി വീണിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്ലെൻഡറിനെ നീ ഒരു പ്രേതമായതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്ത. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഉണ്ടല്ലോ ഞാൻ എപ്പോഴേ അടിച്ചിട്ടേനെ ഈ സ്ലിംഗ് ഷോട്ട് വെച്ച്. ഇതെന്തോ ശരിയാവാത്തേ. ശരിയാവണില്ല. ഇല്ല ബാക്കി വെളിയിൽ കിടക്കുക. ഇത് ശരിയായി. ഇത് മതി ഗൈസ്. ഇത് മതി. ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ മണ്ടയിലെത്തി. ഇനി പയ്യെ നമുക്ക് പോവാം ഗൈസ്. നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ വീണാൽ നമ്മൾ വീണ്ടും വെറുതെ ഒരു ലൈഫും കൂടി പോകും ഗൈസ്. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. സാധാരണ ഞാൻ റിസ്ക് എടുക്കും. ഇന്ന് നമ്മൾ തൽക്കാലം റിസ്ക് എടുക്കുന്നില്ല ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ തോന്നുന്നു ഗൈസ്. നമ്മൾ ഇതിൻ്റെ അപ്പുറം പോകണമായിരിക്കും. ഇപ്പുറത്തെ ഡോർ എനിക്ക് തുറക്കാൻ പറ്റിയില്ല നേരത്തെ. നമ്മൾ ഇവിടുന്ന് താഴെ ചാടുമ്പോൾ നമ്മൾ ഡെഡ് ആവോ? നോക്കട്ടെ ഗൈസ്. നോക്കട്ടെ. ഞാൻ താഴെ കുഴിക്കകത്തോട്ട്. ഇല്ല ഉണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് നമ്മൾ ഒളിഞ്ഞു നോക്കിയത് ഗൈസ്. അപ്പോൾ ഗ്രാൻഡ് അവിടെ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. ഇവിടെ സംതിങ് ഈസ് മിസ്സിങ് ഹിയർ. ഇവിടെ നമുക്ക് എന്തോയിരുന്നു മറ്റേ ലിവർ വേണമെന്ന് തോന്നുന്നു ഗൈസ്. അതാണ്ട് സ്ലെൻഡറിനെ ഒഴിപ്പിക്കാൻ നേരമായി ഗൈസ്. ടെടി കിട്ടി. ഇവിടെ നമ്മൾ നേരത്തെ ബില്ലടിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ ഡോറ് തുറന്നിടാം ഗൈസ്. ഇല്ലെങ്കിൽ മൊത്തം കളിയും മാറും ഗൈസ്. ഈ ഡോറ് തുറന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മണ്ടയിലൂടെ വരണം. ചിലപ്പോൾ നമ്മൾ താഴെ വീണാൽ നമ്മൾ കളിയും പോവും. ഷോർട്ട് ഗണ്ണിൽ ഉണ്ടയൊന്നും ഇല്ല ഗൈസ്. ഉണ്ടയില്ലാത്ത ഷോർട്ട് ഗണ്ണും പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കണം കുറച്ച് നേരം കൊണ്ട്. ഇവിടെ ഒരു ഉണ്ടയുണ്ട്. ഞാൻ ഷോർട്ട് ഗൺ ഇവിടെ ഇടാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ ഒരു ഉണ്ട കിട്ടി. ഒരു ഉണ്ട ഉള്ളതുകൊണ്ട് സാരമില്ല. ഇനി നമുക്ക് സ്ലെൻഡറിനെ ടെടി എടുക്കണം ഗൈസ്.
ഈ ടെടി എടുത്തേ നമുക്ക് മറ്റേ സിലിണ്ടറിനെ ഇത് ഒഴിപ്പിക്കണം. ആ തൊട്ടിലിടാം. അപ്പോൾ സിലിണ്ടറിനെ എനിക്ക് വല്ലതും തരും. എന്തായാലും ഞാൻ ഇവിടെ തൊട്ടിലിട്ടിട്ടുണ്ട്. ആ വന്നല്ലോ സിലിണ്ടറിന്. എന്നെ നോക്കണത്. ഹായ് സിലിണ്ടറിന് എന്തെങ്കിലും നല്ല സാധനം തരണേ. യൂസുള്ളത്. ആ കിട്ടി ലിവർ കിട്ടി. ഇതിൻ്റെ പേര് ഇലക്ട്രിക് സ്വിച്ച്. സിലിണ്ടറിന് ഈസ് നൗ ഗോൺ. സിലിണ്ടറിനെ പോയി. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ലിവറോ എന്തോ ഒഴുത്താനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുകൂടി അങ്ങ് ഒഴുത്തിയേക്കാം ഗൈസ്. ഇനി ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഇനി ഒരിടത്തുകൂടെ ഉള്ളൂ ഗൈസ്, നമ്മളെ പഴയ ട്രെയിൻ കിടന്ന സ്ഥലം. അതുകൂടി ആകുമ്പോഴായിരിക്കും ട്രെയിനിന് പവർ കിട്ടുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അല്ലെങ്കിൽ അവിടെ ഒരു ലിവർ വയ്ക്കത്തില്ലല്ലോ. ഞാൻ നോക്കാം. എന്തായാലും നമുക്ക് ബാക്കി കളികൾ സെറ്റാക്കാം. ഗ്രാനി അതിലേ പോവുക. എന്തായാലും നമുക്ക് ഷോട്ട് ഗൺ നൈസിൽ എവിടെ ആയിട്ടിടാം. ഗ്രാനിയെ നമുക്കൊന്ന് വട്ടം ഗ്രാനി ഇല്ല ഗൈസ് ഇവിടെ. നമുക്കിനി സ്ലിംഗ് ഷോട്ട് എവിടെയായിരുന്നു? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ മോനെ, നീ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി കളി സെറ്റാവൂ. നമുക്കൊന്നും കൂടി ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഇനി എന്തെങ്കിലും കിട്ടുമോ ഈ റൂമിൽ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തയാ. ട്രെയിൻ കീ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ഇവിടെ കണ്ടില്ല ഗൈസ്. ട്രെയിൻ കീ കാണാൻ ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നു വേസിൽ വെള്ളം നിറച്ച് വെച്ചാലേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ സ്ലിംഗ് ഷോട്ട് ഉണ്ടല്ലോ, അതിൽ ഇങ്ങോട്ടായിട്ടിടാം ഗൈസ്. ഈ സൈഡിലായിട്ട് ഇത് റൈറ്റ് ഈ ഭാഗത്തായിട്ട് ഇടാം ഗൈസ്. ഇനി നമുക്ക് മറ്റേ സ്റ്റെപ്പർ എടുക്കണം. സ്റ്റെപ്പർ എടുത്ത് നമുക്ക് ട്രെയിനിൽ വയ്ക്കണം. എന്നിട്ട് നമുക്ക് മണ്ടയിലോട്ട് കയറി പോവാം ഗൈസ്. നമുക്ക് നോക്കാം. സ്റ്റെപ്പർ എടുക്കാം. സ്റ്റെപ്പർ വാ. സ്റ്റെപ്പർ ഇങ്ങ് വന്നാട്ടെ. സ്റ്റെപ്പർ ഇവിടെ വയ്ക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് ഇനി നമുക്ക് മറ്റേ ഡോർ ആക്ടിവേറ്റഡ് വേണം. മറ്റേ ഹോൺ അടിക്കുന്ന മെഷീനിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കണം ഗൈസ്. ഓക്കെ. അതങ്ങ് വെളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെളിയിൽ പോയാൽ മതി. വെളിയിൽ പോയാൽ അതും കിട്ടും. അപ്പോൾ നമുക്കിതിൽ നൈസായിട്ട്, ഇതിൻ്റെ മണ്ടയിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ നൈസായിട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ, സെറ്റ്. ആരെങ്കിലും എഴുതിച്ചെങ്കിൽ നമുക്ക് ഓരോന്ന് കൊടുത്തിട്ട് പോകുമായിരുന്നു അല്ലേ ഗൈസ്? എന്ത് പറയുന്നു? ഓരോന്ന് കൊടുത്തിട്ട് പോകുമായിരുന്നു ആരെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. ആരെയും ഇതുവരെ കണ്ടില്ല ഗൈസ്. ഇതാണ് ഒരു സീൻ. ഗ്രാനി വന്നേ ഗ്രാനി ഇങ്ങോട്ട്. ഗ്രാനി ഇത് അങ്ങോട്ട് പോണ് വിളിച്ചപ്പോൾ. ഗ്രാനിയെ കാണുമ്പോൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. എന്തായാലും ഞാൻ ഡോർ ആക്ടിവേറ്റർ അമ്പടെ ഗ്രാൻഡ് ഭാര്യ മരിച്ചെടുത്ത് കിടക്കുവാണോ? ഇങ്ങോട്ട് വന്നേ ഗ്രാൻഡ് പേ. പിടിച്ചോ. ഗ്രാൻഡ് പേക്ക് കിട്ടു. ഇയാൾ എന്തുവാടേ സ്ലോ മോഷനിൽ വന്ന് വീഴണ. എന്തായാലും ഞാൻ അവിടെ സ്ലിംഗ് ഷോട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് അവിടെ വയ്ക്കാം ഗൈസ്. ഇതുകൊണ്ട് വയ്ക്കുമ്പോഴായിരിക്കും അവിടെ ഈ ഡോർ ഓപ്പൺ ആവണമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കെങ്ങനെ മനസ്സിലായില്ല. ഇതേ ചിഹ്നം അതാണ്ട് ഇവിടെ വെച്ചിട്ടുള്ള, അങ്ങനെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ സ്റ്റെപ്പറാണ് ഇനി ഞാൻ എങ്ങനെ വയ്ക്കുമെന്ന് ആലോചിക്കണം. ഇത് ഞാൻ ഇനി എവിടെ കൊണ്ട് എങ്ങനെ വയ്ക്കൂ? ഓക്കെ, ഫൈനലി ഞാൻ വച്ചിട്ടുണ്ട് ഗൈസ്. ഫൈനലി വലിയൊരു കാര്യം ഞാൻ ചെയ്തു. ഇനി ആക്സിലേറ്റർ കൊണ്ടുപോകാൻ ഞാൻ എന്നെ പറിച്ചിടല്ലേ. ഇവിടെയല്ലേ ആയിരുന്നു? ഇത് ബാക്ക് ഭാഗം വഴി തെറ്റിപ്പോയി. ഞാൻ ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ആക്സിലേറ്റർ വെച്ചാൽ ദ ട്രെയിൻ ഹാസ് നോ പവർ, ഐ നീഡ് എ ട്രെയിൻ കീ. പവർ വേണമെങ്കിൽ എനിക്ക് വന്ന് മറ്റേ ലിവറും കൂടി പൊക്കണം, മറ്റേ ഇലക്ട്രിക് സ്വിച്ചും കൂടി. ഞാൻ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ടുണ്ട്. വാ ഗ്രാനി. എടുത്ത ഉടനെ ഗ്രാനി വന്ന്. പിടിച്ചോ. ഗ്രാനിക്ക് ഒന്നും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വീണ്ടും എടുത്തു വയ്ക്കാം ഗൈസ്. ഇനി ഗ്രാൻഡ് പ വരുവാണെങ്കിൽ ഗ്രാൻഡ് പയ്ക്കും കൂട്ട് ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ലിവർ എടുത്ത് പൊക്കം ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം ഗ്രാൻഡ് പേ കണ്ടില്ല. ഇനി നമുക്ക് പൊക്കാം ഗൈസ്. കറണ്ട് വന്ന്. അപ്പോൾ പവർ ട്രെയിനിനായി. ഇനി നമുക്ക് മറ്റേ സ്കെൽട്ടൻ്റെ അടുത്ത് ആ വേസ് എടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്ലിംഗ് ഷോട്ട് വെച്ച് തള്ളിയിടാം. പിടിച്ചോ. പോണില്ല. ഷോർട്ട് ഗൺ വേണ്ടി വരും ഗൈസ്. അപ്പോൾ നമുക്കിനി ഷോർട്ട് ഗൺ പോയി എടുക്കണം. ഷോർട്ട് ഗണ്ണും എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ താഴെ നിൽക്കുമല്ലായിരുന്നു. ഇനി ഷോർട്ട് ഗൺ എടുക്കാം ഗൈസ്. പിടിച്ചോ. ഷോർട്ട് ഗണ്ണ് വെച്ച് ഒരു ഇത് കൊടുത്തപ്പോൾ താഴെ വീണു. ഇനി നമുക്ക് അവിടെ നിന്ന് വെയ്സ് എടുക്കാം ഗൈസ്. സ്കെൽട്ടൻ വന്നോ. വെയ്സിനകത്തൊക്കെ സ്കെൽട്ടൻ വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു ഗ്രാനിക്കും ഗ്രാൻഡ്പ്പയ്ക്കും പോലും അറിയത്തില്ല
ഇവരെവിടെയൊക്കെയാണ് സാധനം വയ്ക്കുന്നത്. എന്തായാലും നമുക്കിനി വെള്ളം നിറയ്ക്കാം ഗൈസ് ഈ വേസിൽ. ഇനി നമുക്ക് വേസ് കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കാം. ഇനി അവിടെ എന്തോ ഉള്ളതെന്ന് നോക്കാം. കിട്ടണം ട്രെയിൻക്ക് കിട്ടിയാണ്. ട്രെയിൻക്ക് ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാവുള്ളൂ. പ്ലീസ് ട്രെയിൻക്ക് ഇതാ. ട്രെയിൻക്ക് ട്രെയിൻക്ക് യെസ് ഗായ്സ്, ട്രെയിൻക്ക് കിട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാനിയുടെ ഷോപ്പിൽ നിന്ന് ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പോൾ തന്നെ ചറപറ അടിക്കുക. നമ്മളങ്ങനെ ഫൈനലി ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് നമുക്ക് ഗ്രാനിക്കും ഗ്രാൻഡ്പയ്ക്കും കൂടി ഒന്നും കൂടി കൊടുത്തിട്ട് പോകാം ഗൈസ്, ഇതിൻ്റെ സെലിബ്രേഷനായിട്ട്. ഗ്രാനി, ഗ്രാൻഡ്പ, ഷോട്ട് ഗൺ എവിടെ? അതാ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഷോട്ട് ഗൺ കിട്ടിയ സ്ഥിതിക്ക് 2 പേർക്ക് നമുക്ക് കൊടുത്തിട്ട് പോവാം ഗൈസ്. നമുക്ക് ഗണ്ണ് ലോഡ് ചെയ്യണമല്ലോ അതിന് മുമ്പ്. ഇവിടെ നിന്നൊരു ബുള്ളറ്റ്, ഇനി അപ്പുറത്തുനിന്ന് ഒരു ബുള്ളറ്റും കൂടി എടുക്കണം ഗൈസ്. ഒരു ബുള്ളറ്റും കൂടി ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് ഗൈസ് ബുള്ളറ്റ്. ഞാൻ നേരത്തെ കണ്ട ഓർമ്മയിൽ വന്നതാണ്, ഉണ്ടായിരുന്നു ബുള്ളറ്റ്. അപ്പോൾ ഇനി നമുക്ക് 2 പേർക്കും പാർട്ടിയാണ്. ഗ്രാനി, ഗ്രാൻഡ്പ. ഗ്രാൻഡ്പ ഇവിടെ കൂർക്കം വലിച്ചുറങ്ങണം. എന്നാ പിടിച്ചോ, ഇനി ഒറിജിനലായിട്ട് കിടന്നുറങ്ങിക്കോ. ഇനി ഗ്രാനി വന്നാൽ ഗ്രാനിക്ക് കൂടി കൊടുക്കാമായിരുന്നു. ഗ്രാനി ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് വന്നേ. ഗ്രാനി ഇങ്ങോട്ട് വന്നേ ഗ്രാനി. വന്നു. വാ എന്നാ പിടിച്ചു. ഓക്കെ, 2 പേരെ നമ്മൾ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോവാം ഗൈസ്. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും ലൈക്ക് അടിക്കൂ. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ എസ്കേപ്പ് ആവാൻ പോകുന്നു. നമ്മൾ ഇത് അടച്ചില്ല ഗൈസ്. ട്രെയിനിൻ്റെ റൂളൊക്കെ നമ്മൾ പാലിക്കണം. അവിടെ എല്ലാം അടച്ചിട്ടുണ്ട്, ഇനി ഇവിടെ അടയ്ക്കാം. ഓക്കെ, ഫൈനലി ലെറ്റ്സ് ഗോ. യെസ്, അങ്ങനെ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ട്രെയിൻ റിവേഴ്സ് എടുത്തു. ഇനി നമ്മൾ ഒറ്റ ഇതിൽ പോവാ ഗൈസ്. ട്രെയിൻ ആ ഗേറ്റ് ഇടിച്ച് പൊളിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. യെസ്, എന്തോ ഗ്രാനി ഗ്രാൻഡ്പ, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ട്രെയിനും എടുത്തുകൊണ്ട് പോയി, നിങ്ങളിവിടെ നിന്നോ? ടാറ്റ ഗ്രാനി ഗ്രാൻഡ്പ ആൻഡ് സ്ലെൻഡറീന ദ ഇൻഡ്. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ഗ്രാനി ദ ഷോപ്പിൽ നിന്ന് ട്രെയിൻ എസ്കേപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബിഗ് ബൈ.